ഫ്രണ്ട്സ്, ഇതെല്ലാമാണ് കേട്ടോ നമ്മൾ ബാക്ക് ടു സ്കൂൾ ആയിട്ടുള്ളത് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ എന്താണെന്ന് കാണാം. അപ്പോൾ അതാ ഈ ബാഗാണ് എൻ്റെ അനിയൻ്റെ ബാഗാണ് കേട്ടോ. അത്യാവശ്യമൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഈ ഒരു വില്ലൻ്റെയാണ് കേട്ടോ ബാഗ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ. ഉള്ളും പുറമൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളും പുറം കാര്യങ്ങളൊക്കെ. നമുക്ക് അത്യാവശ്യം നല്ല ലെയേഴ്സും എല്ലാം ഉണ്ട്. ഉള്ളിൽ ഇങ്ങനെ ഒന്നുണ്ട്. പിന്നെന്താ ഇത്രയാണ് ഈ ബാഗിൻ്റെ ഔട്ട്പുട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ലൻ്റെ ബുക്കുകൾ കേട്ടോ. ഇത്ര കുറച്ച് ബുക്കുകളേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മുടെ പൗച്ച്. ഇതാണ് ആ വില്ലൻ്റെ പൗച്ച്. ഇപ്പോൾ ഈ വില്ലൻ്റെ പൗച്ചിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ പൗച്ചിൽ എന്തെല്ലാം ഉണ്ടെന്ന് കാണാം. ഇതെല്ലാമാണ് കേട്ടോ നമ്മുടെ സാധനം. ഇതിലുള്ളൊരു സാധനമാണ് ഈ കട്ടർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലെന്തോ ഒന്ന് കിളിങ്ങണ് കേട്ടു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ വില്ലൻ്റെ എല്ലാ പരിപാടിയും ഇതിലുണ്ട്. ഞാനൊന്ന് പൊളിച്ചിരിക്കും. പൊളിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ചില്ലറ കേട്ടോ. ചെക്കൻ്റെ ഒളിപ്പിച്ച് വെച്ച സാധനമാണ് ഈ ചില്ലറകൾ കേട്ടോ. ഇതൊരു കട്ടറാണേ. ഈ കട്ടറ് കണ്ടോ, ആ വില്ലനെ ഒളിപ്പിച്ച് വെച്ചതാണ് ഈ കട്ടറൊക്കെ. കട്ടറിൻ്റെ ഉള്ളിൽ ചില്ലറ ഇത്രയും ചില്ലറ അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏതാ കള്ളൻ? അവനെ ഞാൻ പൊളിക്കും. ഇനി അടുത്ത സാധനം കാണാം. അടുത്തതായിട്ട് ആ പൗച്ച് ഈ ഒരു റബ്ബറാണ് കേട്ടോ. പിന്നെ ആയിട്ട് നമുക്കൊരു സ്കെയിലുണ്ട്. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇതെല്ലാം കേട്ടോ മേടിച്ചത്. പേൻ, അവന് പെൻസിലാണ്, പക്ഷെ അവനൊരു പേന ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഇതാണ് ആ പൗച്ച്. നല്ല ചന്തമല്ലേ? ഇനി എൻ്റെ പൗച്ച് കാണാം. ഇതാണ് എൻ്റെ പൗച്ച്. എൻ്റെ പൗച്ച് എൻ്റെ പോലെ ഡിസൈനൊക്കെ തന്നെയാണ് കേട്ടോ. ഇതേ കളറ് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമുക്കിത് തുറക്കാം. അപ്പോൾ ഞാൻ തുറക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് സോന ഉണ്ടാവും കേട്ടോ. എൻ്റെ പഴയ സാധനങ്ങളും എല്ലാം അതും ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാതും കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കട്ടർ. ഇവിടെ നിന്നാണ് ഷാർപ്പ്നർ. നമുക്ക് പൊട്ടിക്കാത്തൊരു പണിയൊക്കെ തന്നെയാണ് കേട്ടോ. പൊട്ടിക്കാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. രണ്ടെണ്ണം. ഇതെല്ലാമാണ് നമ്മുടെ സാധനം. ഇവിടെയാണ് കട്ടർ വരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ കട്ടർ. എൻ്റെ കിറ്റീൻ്റെ കട്ടറാണ് കേട്ടത്. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ പൗച്ചിൽ അവൻ്റെ അതേ പൗച്ചിലുള്ള അതേ റബ്ബറാണ് കേട്ടോ എനിക്ക് മേടിച്ചത്. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. അടുത്തത് ഈ ഒരു പെൻസിലാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഈ പെൻസിൽ ഈ സാധനം ഞാൻ വേറെ മേടിച്ചതാണ്. ഇത് വേറെ പെൻസിൽ ഞാൻ മേടിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ ഈ ഒരു പേനയാണ് കേട്ടോ. ഇത് പോപ്പിറ്റോ പോലെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കി കളിക്കാം. കണ്ടോ? ഇതിനാ നമുക്ക് ഇവിടെ ആക്കുമ്പോൾ ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ സാധനം. ഇതിന് 15 രൂപയുള്ളൂ. ഇതൊക്കെ ഞാൻ ബഡാ ബസാറിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. 15 രൂപ. 15 രൂപ ബഡാ ബസാറിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ ഭയങ്കര ഓഫറുകളാണ്. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. അടുത്തത് ആ വില്ലൻ്റെ പൗച്ചിൽ കണ്ട അതേ സ്കെയില്. ഇതാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഈ പെൻസിലുണ്ടല്ലോ, അത് പഴയതാണ് കേട്ടോ. ഈ സാധനം മാത്രമാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. അവനിനി പെൻസിൽ മേടിക്കാണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. അടുത്തതായിട്ട് ഞാൻ അന്ന് ടൂർ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഈ സാധനം. ഇതിൻ്റെ കുറേ ഉണ്ടായിരുന്നു, ബാക്കി വന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ പഴയതാണ്. പുതിയത് ഞാൻ ഇത് പിന്നെ ഇത് 2 ഇതൊക്കെയാണ് പുതിയതുകൾ. ഈ 3 പുതിയതാണ് കേട്ടോ. ഈ 3 പുതിയതും ഈ 2 ഇപ്പോൾ പഴയതാണ്. ഇനി ഞാൻ പഴയത് കാണിച്ചു തരാം. ഇതാണ് അടുത്ത സാധനം കേട്ടോ. ഇതാണ് എൻ്റെ മെയിൻ സാധനം. ഇതിൽ 6 കളേഴ്സ് വരുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇപ്പോൾ ബ്ലൂ കളറാണ് ഞാൻ ആക്കിയത്. അപ്പോൾ ബ്ലൂ വന്നു. പിന്നെ റെഡ് കളറാക്കുമ്പോൾ റെഡ് കളറാക്കുമ്പോൾ റെഡും വരും. പിന്നെ നമുക്കിത് ഒന്നും ആക്കരുത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്ര അമർത്തിയാൽ മതി. അപ്പോൾ തന്നെ എല്ലാം പൊക്കോളൂ കേട്ടോ. ഇതും എൻ്റെ പണ്ടത്തെയാണ് കേട്ടോ. ഇത് ഞാനന്ന് പൂരത്തിന് മേടിച്ചതാണെന്നാ. ഇത്
ആ വില്ലൻ എന്നോട് ചോദിക്കുക അത് പൂരത്തിനാണോ എന്ന്. അവനെ ഓർമ്മല്ല, അവൻ കാണാതെ അന്നൊരു ദിവസം ഞങ്ങൾ മേടിച്ചതാണ്. പിന്നെ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര കാറിപ്പൊളിയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ടതാ ഈ ഒരു റബ്ബറാണ്. ഇത് പഴയതാണ് കേട്ടോ, ഇതെല്ലാം പഴയത്. ഇനി പുതിയത് ഒരു പേനയുണ്ട് കേട്ടോ. ഈ ഒരു പേന ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ബുക്കിൻ്റെ ഒപ്പം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പുതിയതുകളും പഴയതുകളും കാണിച്ചത്. അപ്പോൾ അതാ ഇതൊക്കെ അതാ എൻ്റെ പഴയ സാധനങ്ങൾ. ഇനി പുതിയതായിട്ടുള്ളത് കാണിച്ചു തരാം. ഇതെല്ലാം പൗച്ചിൻ്റെ ഉള്ളത്തെയാണ് കേട്ടോ പുതിയതുകൾ. പഴയതുകളും പൗച്ചിൻ്റെ ഉള്ളത്തെ മാത്രമാണ് പുതിയതുകളും പഴയതുകളും ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പുതിയതാണ് കേട്ടോ. അപ്പോൾ അതാ പുതിയതും പഴയതും ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ കാണാം. അടുത്തതായിട്ട് എൻ്റെ ഈ ഒരു ബുക്കാണ്. ഇത് വലിയ അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള ബുക്കുകളാണ് കേട്ടോ എൻ്റെ. ഇതിന് പേനയാണ് കേട്ടോ ഫ്രീ കിട്ടിയത്. അനിയൻ്റെയിലാണ് 3 എണ്ണം മേടിച്ച 1 ഫ്രീ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പ് കേട്ടോ. നെയിം സ്ലിപ്പിൽ അത്യാവശ്യം കുറച്ച് ഷീറ്റുകളൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഇതേപോലത്തെ ഒന്നുകൂടി എൻ്റെ അനിയന് മേടിച്ചിട്ടുണ്ട്. അതവൻ എന്തോ എവിടെയോ എടുത്തു വെച്ചിട്ടാണ്, എനിക്കറിയില്ല. ഇനി അടുത്തത് നമുക്ക് എന്താണെന്ന് കാണാം. ഈ ഒരു ബ്രൗൺ പേപ്പറാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. ഇത് ബ്രൗൺ പേപ്പർ അല്ല, വേറെ എന്തോ ഒരു പേരുണ്ട്. വാട്ടർ പ്രൂഫാണ് ഈ സാധനം, അതുകൊണ്ടാണ് ഞങ്ങളിത് മേടിച്ചത് തന്നെ. ഇതിൽ കണ്ടോ ഇങ്ങനെ പരപരപ്പാണ് കേട്ടോ. ഇതിൽ നമ്മൾ സാധാ ബ്രൗൺ പേപ്പർ മേടിക്കുമ്പോൾ വെള്ളം നനഞ്ഞാൽ ഈ കീറലും ഇതൊക്കെ വരും. ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് പ്ലാസ്റ്റിക്കാണ് സാധനം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിലവൻ കീറിന്ന് തോന്നുന്നു. വാട്ടർ പ്രൂഫ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡബിൾ ദെൻ പേപ്പറാണ്. 50 രൂപയാണ് കേട്ടോ. എന്തോ ഓഫർ എന്തോ തന്നിട്ട് 19 രൂപയ്ക്ക് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി അടുത്തത് എന്താണെന്ന് കാണാം. അടുത്തതായിട്ട് ഈ ഒരു കുടയാണ് കേട്ടോ. അനിയൻ്റെ കുടയാണ്. ഇത്ര വലിപ്പമുള്ളൊരു നീളൻ കുടയാണ് കേട്ടോ. ഇത് ഒരു നീളൻ കുട. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഇത്ര വലിപ്പമുണ്ട്, അവൻ്റെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. ഇത് നമുക്ക് നൂർത്തി നോക്കാം. അവൻ നൂർത്തുണ്ട്. ഇങ്ങനെ സാധനമാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഭയങ്കര ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വലിയ ബാഗുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാം. ബാഗൊന്നും അത്യാവശ്യം ഒന്നും നനയില്ല കേട്ടോ. ഇതാണ് സാധനം. പൊളിച്ചു മോനെ, ഇതാണ് സാധനം. അപ്പോൾ നമ്മുടെ സാധനം ഇതാണ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത സാധനം കാണാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വാച്ചാണ്. ഇവിടെ അവസാനം തന്നെ മേടിച്ചതാണ് കേട്ടോ. ആ വില്ലന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ എനിക്കും ഇതേപോലത്തെ ഒന്നുണ്ടായിരുന്നു. സമയമൊക്കെ തെറ്റാണ് കേട്ടോ. ഇതേമാതിരിയായിട്ട് സമയം 11:57 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാച്ച് തന്നെ കേട്ടോ. അവിടെ ഉള്ളത് വിലക്കുറവുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനങ്ങൾ. ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾ കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.